ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി കെ. സുരേന്ദ്രൻ തുടരുമെന്ന വാർത്ത അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടതില്ലെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതായി അറിയുന്നു. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ നിലവിൽ ഒരു നടപടി ഉണ്ടാകില്ല എന്ന് വാർത്ത വരുന്നുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ബി.ജെ.പി. അധ്യക്ഷനെ മാറ്റാൻ വേണ്ടി ഒരുപാട് പേർ മുറിവിളി കുട്ടി. ബി.ജെ.പിക്ക് അകത്തും പുറത്തുമുള്ള ആളുകൾ സംഘടിതമായിട്ടൊക്കെ ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഈ അടുത്ത ഇലക്ഷൻ വരെ മാറ്റേണ്ടതില്ല എന്ന് തന്നെയായിരിക്കും അവരുടെ നിലപാടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ? അതിശക്തമായ സമ്മർദ്ദം കെ. സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരസ്യ പ്രതികരണങ്ങൾ, അതായത് ബി.ജെ.പിയുടെ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത അത്ര ശക്തമായ പരസ്യ പ്രതികരണങ്ങൾ ആ പാർട്ടിയിൽ നിന്നും കണ്ടു. രാജ്യസന്നദ്ധത അറിയിക്കുന്നതിലേക്ക് വരെ കെ. സുരേന്ദ്രൻ എത്തുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ കെ. സുരേന്ദ്രനെ കൈകൊടുത്തിരിക്കുന്നു ദേശീയ നേതൃത്വം. അവർ പറയുന്നത് നിലവിൽ എന്തായാലും കെ. സുരേന്ദ്രൻ മാറേണ്ടതില്ല, സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ നിലവിൽ നടപടി ഉണ്ടാകില്ല എന്ന് ദേശീയ നേതൃത്വം ഇപ്പോൾ ഉറപ്പിക്കുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങാൻ നിലവിൽ സംസ്ഥാന നേതൃത്വത്തിനും നേതാക്കൾക്കും ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൂത്ത് മണ്ഡലം ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നത് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേറ്റ ശേഷമായിരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. അതൊരു പക്ഷേ കെ. സുരേന്ദ്രൻ തന്നെയാകാം, അല്ലെങ്കിൽ മറ്റൊരാൾ വരികയും ചെയ്യാം. അതൊക്കെ തന്നെ ഫെബ്രുവരിയോടുകൂടി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പുതിയ സംസ്ഥാന അധ്യക്ഷനെ പുതുതായി ചുമതലയേൽക്കുന്ന ദേശീയ ഘടകമായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. കാരണം ബി.ജെ.പിയിൽ ദേശീയ അധ്യക്ഷനും ദേശീയ സംഘടനാ സെക്രട്ടറിയും അടക്കം മുഴുവൻ പേരും മാറി പുതിയൊരു ടീം വരും. അവരായിരിക്കും പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നത്. അത് കെ. സുരേന്ദ്രൻ തന്നെയാകണോ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരണോ ഒക്കെ തീരുമാനിക്കുന്നത് അവരാണ്. തൽക്കാലം എന്തായാലും അദ്ദേഹത്തിന് സ്ഥാനചലനമില്ല. ശ്രീകാന്ത്, ശരിക്കും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ അഥവാ മാറ്റണമെന്ന് തീരുമാനിച്ചാലും ആരെയാണ് അവർ കണ്ടെത്തുക? അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ? ആ കസേര ആഗ്രഹമുള്ള ഒരുപാട് പേർ പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അത് ഇതിനോടകം തന്നെ പരസ്യമായും രഹസ്യമായും ഒക്കെ എല്ലാവരും വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ ദേശീയ നേതൃത്വത്തിന് കണ്ണിൽ ബോധിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ നിശബ്ദരായിരിക്കാനേ സാധിക്കൂ. അങ്ങനെ ആളുകളെ എടുക്കാനില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഒരു ഘട്ടം തനിക്ക് അനുകൂലമാകുമെന്ന് കെ. സുരേന്ദ്രനും കരുതുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ സാധിക്കും. ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു തവണ കൂടി തനിക്ക് ഈ പദവി കിട്ടും എന്ന് അദ്ദേഹവും കരുതുന്നുണ്ട്. പക്ഷേ അതൊക്കെ തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. തൽക്കാലം ഉപതെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ തല ഉരുളില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും. പുതിയ സംസ്ഥാന അധ്യക്ഷനെ പുതിയ ദേശീയ നേതൃത്വം വന്ന ശേഷം പ്രഖ്യാപിക്കും. ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ അബ്ബാസാണ് കെ. സുരേന്ദ്രന് മാറാൻ താല്പര്യമില്ലെങ്കിൽ ഈ റിപ്പോർട്ടർമാരെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ മാറ്റിപ്പിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ട്. താങ്ക് യു ശ്രീകാന്ത്. അപ്പോൾ ഒരു പ്രേക്ഷകൻ ആരാന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറഞ്ഞ് കെ. സുരേന്ദ്രനെ വരട്ടിയതുകൊണ്ടാണോ നമ്മൾ ഈ വാർത്ത ഇങ്ങനെ കൊടുക്കുന്നത്? ഈ വാർത്ത തീരുമാനം ഡൽഹിയിൽ നിന്ന് വന്നതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകണം എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആലോചനയായിരുന്നു, തീരുമാനമായിരുന്നു. എന്നാൽ ഈ പാലക്കാട്ടെ പരാജയം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ദാഹിച്ചു, അദ്ദേഹത്തെ മാറ്റുന്നു എന്ന രീതിയിലുള്ള ധാരണ വരെ വന്നു. പക്ഷേ അതൊന്നും കേന്ദ്ര നേതൃത്വം മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല.